ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇടയിൽ ലാപ്ടോപ്പുള്ള മിക്ക ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് അതിൻ്റെ കീബോർഡിൽ ഉറുമ്പ് കയറിയിട്ട് കീബോർഡ് കംപ്ലൈൻ്റ് ആവുക, അതുപോലെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആവുക എന്നുള്ളത്. ഇതിനെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന തുണിക്കഷ്ണത്തിൽ കുറച്ച് പെട്രോൾ അല്ലെങ്കിൽ ഡീസലാക്കിയിട്ട് ലാപ്ടോപ്പിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്രോൾ തുണിയിലാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ആക്കിയാൽ മതി, അധികമായ ലാപ്ടോപ്പിനുള്ളിലേക്ക് പോകും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുക്കുക, അത് ലാപ്ടോപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതായത് ജസ്റ്റ് ഒന്ന് തുണി ഉപയോഗിച്ച് തേച്ചെടുക്കുക. സ്ക്രീനിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. സ്ക്രീനിനകത്തേക്ക് ഡീസൽ പെട്രോൾ ആവാത്ത രീതി അതിൻ്റെ ബോഡിയിൽ മാത്രം ആയിട്ട് ചെയ്യണം. ഇങ്ങനെ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഭാഗത്തും, ലാപ്ടോപ്പിൻ്റെ പുറത്തും അടിഭാഗത്തും എല്ലായിടത്തും കീബോർഡിൽ കീകൾക്ക് മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്, അധികം ഉള്ളിലേക്കൊന്നും ആവാത്ത രീതിയിൽ. നമ്മൾ കണ്ടിട്ടുണ്ടാവും മിക്ക സമയങ്ങളിലും ലാപ്ടോപ്പിൻ്റെ കീയിലൊക്കെ കീബോർഡിൽ ചെറിയ ചെറിയ ഉറുമ്പുകൾ അരിച്ച് ഇങ്ങനെ പോകുന്നത് കാണാം. അത് കീബോർഡിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില സമയങ്ങളിൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ, ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ചില കീകൾ കൂടുതൽ തവണ പ്രസ്സായി പോകുന്നതും ചില കീകൾ അമരാത്തൊക്കെ പ്രശ്നം, അതൊക്കെ ഈ ഉറുമ്പുകളകത്ത് പോയിട്ടോ മറ്റു പൊടികളൊക്കെ കയറിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാതാക്കാൻ നമുക്ക് ഈ ക്ലീനിങ്ങോടുകൂടി പറ്റും. ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ ജസ്റ്റ് ഒന്ന് ചെയ്താൽ നമ്മുടെ ലാപ്ടോപ്പ് എപ്പോഴും സേഫായിരിക്കും. ഇങ്ങനെയുള്ള ഉറുമ്പുകളിൽ നിന്നൊക്കെ എപ്പോഴും സേഫായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ പെട്രോളോ ഡീസലോ എടുക്കരുത്. ജസ്റ്റ് ഒന്ന് ആ തുണിക്കഷ്ണത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ചാൽ മാത്രം മതി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് അതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം. പെട്രോളൊക്കെ ആണെങ്കിൽ അധികം തുടക്കാനുണ്ടാവില്ല, അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. ഡീസലാവുമ്പോൾ കുറച്ച് സമയം എടുക്കും ഉണങ്ങാൻ. അതുകൊണ്ട് നന്നായിട്ട് മറ്റൊരു തുണി ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മാത്രം മതി. നന്നായി തുടച്ച ശേഷം നമ്മൾ ഉപയോഗിച്ച ആ തുണിക്കഷ്ണം, തുടക്കാൻ വേണ്ടി ഉപയോഗിച്ച തുണിക്കഷ്ണം ലാപ്ടോപ്പ് ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ലാപ്ടോപ്പ് ബാഗിനകത്തേക്കും വരില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.